എല്ലാവർക്കും നല്ല നമസ്കാരം. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുണ്ടിനീര്, താടവീക്കം മുതലായ പേരിൽ അറിയപ്പെടുന്ന മംസ് എന്ന രോഗം ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ വളരെ വേഗം പടരുന്നുണ്ട്. പല സ്കൂളുകളും ഇക്കാരണത്താൽ തന്നെ അടച്ചിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി. എന്തായിരിക്കും ഇതിനുള്ള കാരണം? രോഗത്തിൻ്റെ തീവ്രത ഒരു സൈഡിലുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് രോഗത്തിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ലായ്മയാണ് പലപ്പോഴും ഈ രോഗത്തിൻ്റെ വ്യാപനത്തിന് ആക്കം കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന ഈ കൃത്യമായ ഇൻഫോർമേഷനുകൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. മംസ് ഒരു വൈറസ് ജന്യ രോഗമാണ്. അതായത് ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ സാധാരണ ജലദോഷപ്പനി, കോവിഡ് മുതലായ രോഗങ്ങളെല്ലാം വൈറസാണ് ഉണ്ടാക്കുന്നത്. മംസ് പ്രധാനമായിട്ടും നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികളെയാണ് പ്രധാനമായിട്ടും ബാധിക്കാറുള്ളത്. എന്ന് കരുതി മംസ് ആയ ഉടനെ തന്നെ നമുക്ക് ഉമിനീർ ഗ്രന്ഥി വീക്കം ഉണ്ടാകണമെന്നില്ല. സാധാരണ ജലദോഷപ്പനി പോലെ തന്നെ പനി, തലവേദന, ചെവിവേദന, വിശപ്പില്ലായ്മ, ക്ഷീണം മുതലായ ലക്ഷണങ്ങളായിരിക്കും ആദ്യ ദിവസങ്ങളിൽ കാണിക്കുക. രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സിനുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ 3 സലൈവറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്. ഇതിൽ ഏറ്റവും വലുത് പരോട്ടിഡ് ഗ്രന്ഥിയാണ്. അത് നമ്മുടെ ചെവിയുടെ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ അവിടെ നീർക്കെട്ടുണ്ടാകുമ്പോൾ ചെവിയുടെ ചുറ്റുമായിട്ടാണ് ചുമപ്പും നീർക്കെട്ടും മുതലായ ലക്ഷണങ്ങൾ കണ്ടുവരിക. ഈ കാരണത്താലാണ് ഈ രോഗത്തിനെ മംസിനെ മുണ്ടിനീര് അല്ലെങ്കിൽ താടവീക്കം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ രോഗിക്ക് മറ്റ് ലക്ഷണങ്ങളും അനുഭവപ്പെടാം. അതായത് കഴുത്ത് വേദന, ചിലർക്ക് വയറുവേദന, കടലവീക്കം, ചിലർക്ക് ചവച്ചാൽ കൃത്യമായിട്ട് ഭക്ഷണം ഇറക്കി വിടാനുള്ള ബുദ്ധിമുട്ട് മുതലായ മറ്റ് ലക്ഷണങ്ങളും ഈ രോഗത്തിനോടനുബന്ധിച്ച് കണ്ടുവരാം. ഇനി ഈ രോഗം ഒരു രോഗിയിൽ നിന്ന് എപ്പോൾ പടരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ്. ഈ താടവീക്കം ഉണ്ടാകുന്നതിന് 2 ദിവസം മുൻപ് മുതൽ താടവീക്കം ഉണ്ടായി 5-6 ദിവസം വരെ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം പകരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രവുമല്ല, ഇതൊരു വൈറസ് ജന്യ രോഗമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ജലദോഷപ്പനി പകരുന്ന പോലെ തന്നെയാണ് ഈ രോഗവും പകരുന്നത്. നമ്മുടെ ശരീരസ്രവങ്ങളിലൂടെ നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഉമിനീരിലൂടെയൊക്കെ അതിൻ്റെ കണികകളിലൂടെയാണ് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം പകരുന്നത്. ഈ രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു വൈറസ് ഒരു സാധാരണ ആളുടെ ഉള്ളിലേക്ക് കടന്ന ഉടനെ തന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടുവരില്ല. പൊതുവിൽ 1-2 ആഴ്ച ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതായത് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടുവരാനുള്ള ആ ഒരു സമയത്തിനാണ് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ മംസ് രോഗം പൊതുവിൽ 5 വയസ്സ് മുതൽ 15 വയസ്സിലുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നെങ്കിൽ പോലും മുതിർന്നവരിലും ഈ രോഗം കണ്ടുവരാറുണ്ട്. മംസ് രോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് എന്നതാണ്. അത് വലിയ ചികിത്സയൊന്നുമില്ലാതെ തനിയെ തന്നെ മാറാവുന്ന രോഗാവസ്ഥ തന്നെയാണ്. പൊതുവിൽ ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. എങ്കിലും ചിലപ്പോഴെങ്കിലും ഇതിൻ്റെ തീവ്രത അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുണ്ട്. നമ്മുടെ തലച്ചോറിലേക്ക് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് മുതലായ അവസ്ഥകളും, ആണുങ്ങളിൽ വൃഷ്ണങ്ങൾക്ക് വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഓർക്കൈറ്റിസ് എന്നുള്ള അവസ്ഥയിലേക്ക് വരാനും, സ്ത്രീകളിൽ ഊഫറൈറ്റിസ് എന്നുള്ള അവസ്ഥ വരാനും, അല്ലെങ്കിൽ വയറ്റിൽ പാൻക്രിയാറ്റിസ് മുതലായ രോഗാവസ്ഥകൾ വരാനൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ മംസ് മൂലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിവെൻഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പല ആൾക്കാർക്കും ഓർക്കൈറ്റിസ് മുതലായ വൃഷ്ണങ്ങൾക്ക് നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വന്ധ്യത വരെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വൈറസ് രോഗമാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപനവും നമ്മുടെ ശരീരസ്രവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐസൊലേഷൻ തന്നെയാണ്. ഒരു കുട്ടിക്ക് ഈ രോഗാവസ്ഥ ആണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ സ്കൂളിൽ വിടാതിരിക്കുക. ചെറിയ പനി കണ്ടാൽ പോലും ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകി സ്കൂളിലേക്ക് വിടുന്ന ഒരു മനോഭാവം നമ്മൾ ഒഴിവാക്കുക. ഇനി വീട്ടിലിരിക്കുവാണെങ്കിൽ തന്നെ ആ കുട്ടികൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ ഐസൊലേഷൻ നടത്താം എന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഇനി ആഹാര ക്രമീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എളുപ്പത്തിൽ ദഹിക്കാവുന്ന ചൂടുള്ള ആഹാരങ്ങൾ വേണം ഈ സമയത്ത് നൽകാൻ. കഞ്ഞി ഏറ്റവും ഉത്തമമായ ഒരു ആഹാരമാണ്. നമ്മുടെ ശരീരത്തിന് ഈ രോഗത്തിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ പ്രോട്ടീൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കഞ്ഞീൻ്റെ കൂടെ നമ്മൾ ചെറുപയർ നൽകുന്നത് നമ്മൾ സ്ഥിരം നൽകാറുള്ളതാണ്. ചെറുപയറിൻ്റെ പ്രാധാന്യവും തന്നെയാണ്. കൃത്യമായ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ ഈ സമയത്ത് നമുക്ക് ചെറുപയറിലൂടെ നൽകാൻ സാധിക്കും. മാത്രവുമല്ല, ബേക്കറി പ്രോഡക്ട്സ്, വറുത്ത ആഹാരങ്ങൾ, എണ്ണമെഴുക്കുള്ള ആഹാരങ്ങൾ, സ്വീറ്റ്സ് മുതലായ ആഹാരങ്ങളെ പൂർണ്ണമായിട്ടും ഈ സമയത്ത് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ആയുർവേദത്തിൽ മംസ് രോഗ ചികിത്സയ്ക്കും അതിൻ്റെ പ്രതിരോധത്തിനും മികച്ച മരുന്നുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് മംസ് രോഗം വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടീൻ്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നറിഞ്ഞാലും നിങ്ങൾ തൊട്ടടുത്തുള്ള ആയുർവേദ ഡോക്ടറിനെ ആ കാര്യം പറഞ്ഞ് സമീപിക്കുക. മാത്രവുമല്ല, മംസിന് വാക്സിനേഷനും അവൈലബിൾ ആണ്. വാക്സിനേഷനും വളരെ നല്ല ഫലമാണ് നൽകുന്നത്.
ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അടിസ്ഥാനപരമായ പ്രിവെൻഷൻ മറക്കാതിരിക്കുക. നമ്മൾ ഒരു രോഗിയിൽ നിന്ന് കോണ്ടാക്റ്റ് വരാതിരിക്കാനും നമുക്ക് രോഗമുണ്ടെങ്കിൽ നമ്മളിലൂടെ മറ്റുള്ളവർക്കും കൊടുക്കാതിരിക്കാനും ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ ഒരു ഐസൊലേഷൻ്റെ കാര്യം നമ്മൾ എന്നും ഓർത്ത് വെക്കുക.